സോ യെസ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, മാർവൽ സ്റ്റുഡിയോസിൻ്റെ കീഴിൽ നിന്നും വേറെ ഒരു സീരീസും കൂടി, എക്കോ. ഞാൻ ഇങ്ങനത്തെ ഒരു സൂപ്പർ ഹീറോയെ കുറിച്ച് ആദ്യം കേട്ടിട്ടില്ല. ബിക്കോസ് കാരണം മാർവൽ സ്റ്റുഡിയോസിൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം മൊത്തം എനിക്ക് കാണാപ്പാടം പഠിച്ച ഒരു ഓർമ്മയില്ല. അത്യാവശ്യം മുൻനിര നിൽക്കുന്നവരെയാണ് കൂടുതൽ എനിക്ക് അറിയാം. സോ എക്കോ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. മാർവൽ സ്റ്റുഡിയോസിൻ്റെ ഒരു ക്യാരക്ടർ ആണല്ലോ, സൂപ്പർ ഹീറോ ആണല്ലോ, ഒന്ന് കണ്ടിരിക്കാം എന്നൊക്കെ തോന്നിപ്പോയി, കണ്ടു. ആൻഡ് ടു ബി ഹോണസ്റ്റ് ഐ വാസ് ഡിസപ്പോയിൻറ്റഡ്. ലൈക്ക് എന്തിനാണ് ആവശ്യം, എന്താണ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നത്, വാട്ട് കൈൻഡ് ഓഫ് സൂപ്പർ ഹീറോ ഷീസ്, ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല. ബിക്കോസ് നിങ്ങൾക്കറിയില്ലെങ്കിൽ ഇതിൽ എക്കോ എന്ന് പറഞ്ഞ കക്ഷി മായ എന്നാണ് പേര്. കക്ഷി ജന്മനയാന്ന് തോന്നുന്നു, ജന്മന തന്നെ ചെവി കേൾക്കില്ല, സംസാരശേഷിയില്ല, കണ്ണുണ്ട്, പോരാത്തതിന് ഒരു കാലില്ല, ഒരു പ്രോസ്തറ്റിക് ലെഗ് ഉപയോഗിച്ചിട്ടാണ് ഒക്കെ ചെയ്യുന്നത്. സോ യു ക്യാൻ ഇമാജിൻ വാട്ട് കൈൻഡ് ഓഫ് സൂപ്പർ ഹീറോ ഷീ ക്യാൻ ബി ഫിസിക്കലി ഒന്ന് ആലോചിക്കുകയാണത്. ഐ മീൻ കേൾവി ശക്തി ഇല്ലാതെ എങ്ങനെയാണ്, യു കനോട്ട് ഷാർപ്പൻ യുവർ ഐസ്, ലൈക്ക് എങ്ങനെ ഒരു ചെറിയ മൂവ്മെൻറ്റ് ഉണ്ടായി കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് സൂപ്പർ ഹീറോ ഷീ ഈസ്. ബട്ട് എനിവേ ഇത് ചുമ്മാ ഒരു ഷോ മാത്രമാണ്. കണ്ടു ഡാഡ് ഡെവിളുടെ ഒരു ഓപ്പോസിറ്റ് എങ്ങനെ ആയിരിക്കും, അതാണ് ഈ കക്ഷി എന്ന് പറയുന്നത്. ഡാഡ് ഡെവിളിന് കണ്ണ് കാണാൻ കഴിയില്ല, ഈ കക്ഷിക്ക് കണ്ണ് കാണാം, പക്ഷേ ചെവി കേൾക്കാനും കഴിയില്ല, സംസാരിക്കാനും കഴിയില്ല, ഒരു കാര്യമില്ല. സോ ഈ ഒരു സീരീസ് നടക്കുന്നത് മായയുടെ ക്യാരക്ടർ, മായ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ലൈക്ക് അവളുടെ ജീവിതത്തിൽ വേണ്ടാത്ത ചില കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റിൽ കൂടെ കടന്നുപോയി. സോ ആളുടെ ഉള്ളിൽ ഭയങ്കര ഒരു റേജ് ഉണ്ട്, ഒരു ദേഷ്യം. സോ ആ ദേഷ്യം കക്ഷിയുടെ ഗോഡ് ഫാദറിൻ്റെ മേലെ തീർക്കുകയാണ്. ഗോഡ് ഫാദർ ഒരു കിങ് പിന്നാണ്, കക്ഷിയുടെ പേര് ഞാൻ പറഞ്ഞത്. പക്ഷേ കക്ഷിയുടെ ക്യാരക്ടർ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ കിങ് പിൻ എന്ന് പറയുന്ന ആ ഒരു വില്ലനസ് എന്ന് പറയാൻ പറ്റും. എന്നാൽ സിനിമയിൽ അത്ര പക്കാ വില്ലനൊന്നുമല്ല, പക്ഷെ കക്ഷിയുടെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു ബിൽഡപ്പ്, ഒരു വെളുത്ത കോട്ടും ഭയങ്കര തടിയും മണ്ണും ഇങ്ങനത്തെ കക്ഷിയാണ് എന്താ പറയുക ശരിക്കും വില്ലനായിട്ട് വരേണ്ടത്. ഒരു സുഖം. എൻ്റെ ശ്രദ്ധ മുഴുവനും കക്ഷിയുടെ പിന്നാലെയായിരുന്നു. ബട്ട് ഏറെക്കുറെ കക്ഷിയുടെ ഹിസ്റ്ററി മൊത്തത്തിൽ അങ്ങനെ ചെയ്ത് തപ്പൊന്നുമില്ല. ഈ ഒരു സീരീസിൽ ഹോക്കായുടെ അപ്പിയറൻസ് ഉണ്ട്, പിന്നെ ഡെയർഡെവിളിൻ്റെ അപ്പിയറൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു സീരീസിന് ഹോക്കായി 2021 ഇറങ്ങിയ ഹോക്കായി സീരീസിനോട് ചേർന്നിട്ടാണ് ഈ ഒരു സീരീസ്. ഐ മീൻ ഹോക്കായുടെ സംഭവവികാസങ്ങൾ നടക്കുന്ന സമയത്ത് ആ ഒരു സീരീസ് കഴിഞ്ഞതിന് ശേഷം, ആ ഒരു സംഭവവികാസങ്ങളുടെ 5 മാസത്തിന് ശേഷമാണ് ഈ ഒരു സീരീസിൽ നടക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ടൈം ലൈൻ. അത്ര വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല, ബട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. 5-6 എപ്പിസോഡ് കഷ്ടിച്ചിട്ടുണ്ട്. ആൻഡ് എനിക്ക് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഐ വാസ് ഡിസപ്പോയിൻറ്റഡ്. കാരണം എനിക്ക് ഇപ്പോഴും ഭയങ്കര കൺഫ്യൂഷനാണ്. വാട്ട് വാസ് ദ പോയിൻ്റ് ഓഫ് ഹെർ, എന്താണ് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് MCU ഫേസ് 5 കക്ഷിയുടെ എനിക്കിപ്പോഴും പിടുത്തം കിട്ടുന്നില്ല. ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം, പക്ഷേ എന്തോ ചെവി കേൾക്കാനും അറിയില്ല, സംസാരിക്കാനും അറിയില്ല, ഒരു കാര്യമില്ല. അത്യാവശ്യം മാർഷൽ ആർട്സ് അറിയാമെന്ന പേര് കൊണ്ട് ഒരു കക്ഷിനെ സൂപ്പർ ഹീറോ ആക്കിയിട്ട് ആവശ്യം ഐ ഡോണ്ട് നോ, ഞാൻ അറിയില്ല. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ പോയി കഴിഞ്ഞാൽ മനുഷ്യരെക്കാളും കൂടുതൽ സൂപ്പർ ഹീറോസ് ആയിരിക്കും കൂടുതൽ, അങ്ങനത്തെ രീതിയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. എനിവേ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹുലു എന്ന ആ ഒരു പ്ലാറ്റ്ഫോമിലും കൂടി പ്ലേ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ടാണ് മാർവൽസിൻ്റെ ഒരു സീരീസ് ഹുലുവിലും കൂടി പ്ലേ ചെയ്യുന്നത്. സോ കണ്ടിരിക്കാം. ഞാൻ വെച്ച് വല്ല റെഫറൻസസ് ഒക്കെ ഉണ്ടാവും ഇനി അടുത്ത സിനിമാറ്റിക് ഒന്നുമില്ല. ആൻഡ് ഇതിൽ മായ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉപയോഗിക്കുന്ന ഒരു തരം പവറുണ്ട്, അതിനെ വെച്ചിട്ട് ഒരു സംഭവം സുനാത്ത, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. സോ എന്തോ ഒരു ഓവറോൾ ഷീ ഹൾക്ക് പോലെ തന്നെ ഇതും ഫ്ലോപ്പ് ആയെന്നാണ് എൻ്റെ ഒരു ഇത്. അങ്ങനെ തന്നെയാണ് റിവ്യൂസൊക്കെ പറയുന്നത്. ആവശ്യമില്ലായിരുന്നു തോന്നിപ്പോയി. ബട്ട് എന്നിരുന്നാലും മാർവൽസല്ലേ കണ്ടിരിക്കാൻ. So guys, head to Disney Plus Hotstar if you want to watch this, and don't be surprised അത്ര വലിയ ഒന്നുമില്ല. സോ ദാറ്റ്സ് ഗൈസ്. ഇനി അടുത്തത് ക്യാപ്റ്റൻ മില്ലർ ആണ്. ഭയങ്കര അടിപൊളി ത്രില്ലർ സിനിമയാണ്. റിവ്യൂസൊക്കെ എഴുതിയിരിക്കുന്നത്, ബട്ട് എനിക്ക് കാണാൻ സമയം കിട്ടില്ല. സോ അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ഗൈസ്, stay tuned for Captain Miller. Catch you guys in the next movie review. See you guys.